നമ്മൾ ഒരുപാട് അനുഭവ സമ്പത്തുള്ള നേതാക്കളുമായി സംസാരിച്ച കൂട്ടത്തിലാണ് ഈ SFI നേതാവിനോട് കൂടി രണ്ട് വാക്ക് സംസാരിക്കാം എന്ന് വിചാരിച്ചത്. നിതീഷ്, ഈ സമ്മേളനം ആദ്യ പാർട്ടി കോൺഗ്രസ് ആണോ? അതെ, ആദ്യ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ആവേശത്തെ എങ്ങനെയാണ് പങ്കുവെക്കുക? മധുര, ഒന്ന്, ഇന്ത്യയിലെമ്പാടുമുള്ള പോരാളികളായിട്ടുള്ള മനുഷ്യരുടെ ഒരു പ്രതിനിധി സംഘത്തെ കാണാനും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും സാധിച്ചു എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചെറുപ്പത്തിലുള്ള ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റ ആവേശകരമായിട്ടുള്ള കാര്യമാണ്. കാശ്മീരിൽ ഒരേ സമയം തീവ്രവാദികളോട് ഏറ്റുമുട്ടുന്ന ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സഖാക്കൾ മുതൽ തമിഴ്നാട്ടിലെ ഓരോ ദിവസവും ജാതീയമായിട്ടുള്ള മർദ്ദനത്തിനെതിരായി, തൊട്ടുകൂടായ്മക്കെതിരായി, ജന്മിത്വത്തിനെതിരായിട്ട് ജീവൻ കൊടുത്ത് പോരാടുന്ന സഖാക്കൾ വരെ, ആസാമിൽ വിഘടനവാദികൾക്കെതിരെ പൊരുതുന്ന ആളുകൾ മുതൽ കാശ്മീരിലെ ഗുജറാത്തിലെ ഹിന്ദുത്വ വർഗീയതക്കെതിരായിട്ട് നേർക്കുനേർ പോരാടുന്ന സഖാക്കൾ വരെയുള്ള രാജ്യത്തെ വിവിധ മേഖലകളിലുള്ള മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി പൊരുതുന്ന പോരാളികളെ കാണാൻ, അതിന് നേതൃത്വം നൽകുന്നവരെ കാണാൻ സാധിച്ചു എന്നുള്ളത് മണിപ്പൂരിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രമാത്രം കലാപകലുഷിതമായിട്ടുള്ള ഒരു പ്രദേശത്ത് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്, അവിടുത്തെ മഹിളാ സഖാക്കൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ അനുഭവമായിരുന്നു അവർ പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വിപ്ലവത്തിൻ്റെ പാത അങ്ങേയറ്റം ആവേശകരമാണ്. അതേസമയം തന്നെ ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വലിയ സമരങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടതുപക്ഷം വിജയിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമുണ്ട്. ഇന്ത്യയിൽ തൊഴിലാളികൾ നടത്തുന്ന ഈ തമിഴ്നാട്ടിലെ സാംസങ് തൊഴിലാളികൾ, കർണാടകത്തിലെ IT തൊഴിലാളികൾ, അതുപോലെ ഛത്തീസ്ഗഡിലെ വൈദ്യുതി സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ട് നടക്കുന്ന സമരങ്ങൾ, ഈ സമരങ്ങളൊന്നും പുറം ലോകത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അറിയിക്കാറില്ല. ആ സമരങ്ങളുടെ അനുഭവമാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. അങ്ങേയറ്റം ജനാധിപത്യപരമായിരുന്നു. മുതിർന്ന നേതാക്കൾ മാത്രമല്ല, ഞങ്ങളെല്ലാം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള രേഖകൾക്ക്, കരട് പ്രമേയത്തിന്, സംഘടനാ പ്രമേയത്തിന് ഭേദഗതികൾ നൽകാൻ അവകാശം നൽകിയിട്ടുള്ള ആളുകളാണ്. ഞങ്ങളുടെ ഭേദഗതികൾ ഈ സമ്മേളനം ചർച്ച ചെയ്യുകയാണ്, പ്രമേയം സമ്മേളനം ചർച്ച ചെയ്യുകയാണ്. അങ്ങനെയുള്ള അങ്ങേയറ്റം ജനാധിപത്യപരമായിട്ടുള്ള ഒരു വിപ്ലവ കരുത്തോടു കൂടിയിട്ടുള്ള സമ്മേളനമാണ് നടന്നിട്ടുള്ളത്. SFI മൂവ്മെന്റ് മധുര പാർട്ടി കോൺഗ്രസിൽ നിങ്ങളുടെ ഒരു SFIയുടെ ഒരു വലിയ കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ. ബംഗാളിൽ നിന്നും വന്ന് ദീക്ഷിതയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ SFIയും മധുര പാർട്ടി കോൺഗ്രസും നിങ്ങളുടെ ഈ കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെയുള്ള നല്ല വിലയിരുത്തലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. SFI, DYFI, അഖിലേന്ത്യാ കിസാൻ സഭ, ജനകീയ സമരങ്ങളൊക്കെ ഏറ്റെടുത്തതിന് വലിയ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്, നേട്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ CPMന്റെ രാഷ്ട്രീയ സ്വാധീനത്തിലേക്ക് കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അവിടെ SFI തീർച്ചയായും വിദ്യാർത്ഥികൾ വലിയ തരത്തിലുള്ള അടിച്ചമർത്തൽ നേരിട്ടിട്ടുള്ള ഒരു കാലം കൂടിയായിരുന്നു കടന്നുപോയിട്ടുള്ളത്. എന്നാൽ അതേസമയം യോജിച്ച സമരങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നു. അത് വിദ്യാർത്ഥികളും കർഷകരും തൊഴിലാളികളും എല്ലാം ചേർന്ന യോജിച്ച സമരങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നു. അതിൽ വിദ്യാർത്ഥി മുന്നണി നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലും സമ്മേളനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ ഊർജ്ജം തീർച്ചയായിട്ടും ഈ സമ്മേളനം നൽകും.